ഭക്തിയോഗം എന്നത് പുരാതന ഇന്ത്യൻ തത്വശാസ്ത്രത്തിൽ വേരുറച്ച ഒരു സാർവത്രികമായ പാതയാണ്. ഇത് പ്രപഞ്ചത്തോടുള്ള ഭക്തി, സ്നേഹം, സമർപ്പണം എന്നിവയെ ഊന്നിപ്പറയുന്നു. ഇതിലൂടെ അഭ്യാസകർക്ക് സ്വയം, മറ്റുള്ളവർ, പ്രപഞ്ചം എന്നിവയുമായി ആഴത്തിലുള്ള ബന്ധം വളർത്താൻ പഠിപ്പിക്കുന്നു. കൂടാതെ കരുണ, ബഹുമാനം, ക്ഷമ, സ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. ഭക്തിയോഗം അതിൻ്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു: B4 ബോണ്ടിംഗ്, ബന്ധം, മറ്റുള്ളവരുമായും പ്രകൃതിയുമായും ആഴത്തിലുള്ള ബന്ധങ്ങൾ. H4 ഹാർമണി, മൈത്രി, ജീവിതത്തിലെ സന്തുലനവും ഐക്യവും. A4 അഡോറേഷൻ, ആരാധന, സ്നേഹം, ആദരവ്, ഭക്തി. K4 കൈൻഡ്നെസ്, സഹജീവി സ്നേഹം, കരുണ, സഹാനുഭൂതി, ദാനശീലം. T4 ടോളറൻസ്, സഹിഷ്ണുത, ക്ഷമ, ധാരണ, അംഗീകാരം. I4 ഇന്റഗ്രിറ്റി, സത്യസന്ധത, സത്യം, ആത്മാർത്ഥത, നൈതിക തത്വങ്ങൾ. Y4 യോഗ, യോജിപ്പ്, ശരീരം, മനസ്സ്, പ്രകൃതി എന്നിവയെ ഏകീകരിക്കുന്നു. O4 വൺനെസ്, ഏകത്വം, എല്ലാവരുമായുള്ള പരസ്പരബന്ധം. G4 ഗ്രോത്ത്, വളർച്ച, വ്യക്തിപരമായ പരിണാമവും ആത്മീയ വികാസവും. A4 അവെയർനെസ്, അവബോധം, മനസ്സിന്റെ ശാന്തത, സാന്നിധ്യം, സ്വയം അവബോധം. വ്യക്തിപരവും സാമൂഹികവുമായ സന്ദർഭങ്ങളിൽ ഭക്തിയോഗം മെച്ചപ്പെടുത്തുന്നതിന് വ്യക്തികൾക്ക് സമൂഹസേവനം, ധ്യാനം, തുറന്ന സംഭാഷണം, പ്രകൃതിയിലേക്ക് തിരിച്ചുപോകൽ തുടങ്ങിയ അതിൻ്റെ കാതൽ മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ദൈനംദിന അനുഷ്ഠാനങ്ങൾ സ്വീകരിക്കാം. വ്യക്തികൾക്ക് സമൂഹത്തെ യോജിപ്പ് ഉയർത്താൻ കഴിയും. സ്നേഹം, ബഹുമാനം എന്നിവയിലൂടെ ഐക്യം നിറഞ്ഞ ഇടങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. നന്ദി.